Hi all, good evening. I am Ashwati Vimal. I am one of the OET writing trainers working at B-GHUD. Today I am dealing here with a writing case note. Okay. Today I am dealing here a simple case note, but it's an exam question. So please go through the case note. Afterwards, I will give detailed explanation. Okay, please read the case note. Okay, നമ്മൾ എപ്പോഴും ഒരു കേസ് നോട്ട് വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മാക്സിമം 3 ടൈംസ് കേസ് നോട്ട് വായിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ലെറ്റർ ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കേസ് നോട്ട് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക്. നമ്മൾ whenever we are reading a case note, first you have to read the writing task. Then only you can start the case note. Okay, writing task is write a letter to the community health nurse explaining the care required for Toby and Mrs. Philip. Address the letter to Miss Margaret Saul, community health nurse. Case notes. You are the nurse where Toby and his mother came for treatment. Patient name Toby Philip, 10 days. Date of birth is 13 October 2019. Mother Mrs. Maria Philip, 28 years. Father Mr. Philip George. Then history. Born on 13 October 2019 via an emergency LSCS. Birth weight is 3.8 kg. Apgar score is 4. Gastric reflex increase. 1st November 2019. Weight 3.5 kg. Apgars 4. Difficulty in breastfeeding. Educated to mother regarding feeding techniques. 2nd October 2019. Mother is depressed due to feeding difficulty. Advice given regarding supplementary bottle feed. 3rd November 2019. Both discharge, medication, amoxicillin 500 mg for 7 days. Phototherapy for 3 days. No heavy lifting and vigorous exercise for 6 weeks. 9/11/2019. Toby brought to emergency department by mother explaining of increased gastric reflex vomiting. Subjective: increased gastric reflex vomiting, pain while feeding and wound site pain while baby latch on. Objective: baby has no active problem, mother wound healing well, but nipples found lacerated and painful. Diagnosis: mother breast nipple infection, baby no issue. Medication: fluconazole cream, tab naproxen and tab panadol. Discharge plan: community nurse to monitor baby's development and weekly mother's health and post-operative activities with breastfeeding technique. ഇതാണ് നമ്മുടെ കേസ് നോട്ട്. സോ with whom we are writing this letter? നമ്മൾ ടാസ്ക് വായിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതേണ്ടതെന്നാണ്. അത് മെഡിക്കൽ പേഴ്സൺ ആണോ അതോ നോൺ മെഡിക്കൽ പേഴ്സൺ ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സോ ഹിയർ വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. അതൊരു മെഡിക്കൽ പേഴ്സൺ ആണ്. അഡ്രസ്സ് തന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ പറയുന്നുണ്ട് കെയർ റിക്വയർഡ് ഫോർ ടോബി ആൻഡ് മിസ്സിസ് ഫിലിപ്പ്. സോ ഓൺ ഗോയിങ് കെയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. എപ്പോഴും നമ്മുടെ റൈറ്റിംഗ് ടാസ്കിനകത്ത് കാണും പർപ്പസ്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം.
അപ്പോൾ നമുക്കൊരു കേസ് നോട്ട് കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 3 ടൈംസ് ആ കേസ് നോട്ട് വായിക്കണം. 3 ടൈംസ് കേസ് നോട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ലെറ്റർ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മളെപ്പോഴും ലെറ്റർ എഴുതാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് സോ വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ദിസ് ലെറ്റർ. നമ്മൾ ആദ്യം എപ്പോഴും ഡേറ്റ് ആണ് എഴുതുന്നത്. ഇവിടെ ടുഡേയ്സ് ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ വി വിൽ സെലക്ട് ദ റീസെൻറ്റ് ഡേറ്റ് ഫ്രം അവർ കേസ് നോട്ട്. സോ ഇവിടുത്തെ നമ്മുടെ റീസെൻറ്റ് ഡേറ്റ് എന്നുള്ളത് 9 October 2019. അതാണ് നമ്മുടെ ടുഡേയ്സ് ഡേറ്റ്. സോ ഡേറ്റ് ഓഫ് ദിസ് ലെറ്റർ ഈസ് 9 November 2019. അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ദി ലെറ്റർ. ദെൻ ആഫ്റ്റർവേഴ്സ് ലീവ് എ ലൈൻ ടു അഡ്രസ്. എന്താണ് ഇവിടെ ടു അഡ്രസ്? റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുണ്ട്. മിസ് മാർഗരറ്റ് സോൺ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. അതാണ് നമ്മുടെ ടു അഡ്രസ്. ദെൻ ലീവ് എ ലൈൻ സല്യൂട്ടേഷൻ. ഡയറക്റ്റായിട്ട് പേരുണ്ട്. സോ നമുക്ക് പറയാം ഡിയർ മിസ് സോൺ. ആഫ്റ്റർവേഴ്സ് പുട്ട് എ കോമ. ദെൻ ലീവ് എ ലൈൻ റെഫറൻസ്. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു പാർട്ട് വരുന്നത്. കാരണം ഇവിടെ മദറും ഉണ്ട് ബേബിയും ഉണ്ട്. റെഫറൻസിലപ്പം 2 പേരെയും കൂടെ എഴുതണോ അതോ മദറിനെ മാത്രമാണോ എഴുതേണ്ടത്? അങ്ങനെയുള്ള പ്രോബ്ലം പൊതുവെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ്. ഇവിടെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. മദറിനെ മാത്രമാണോ, മദറിനെ ഇൻക്ലൂഡ് ചെയ്യണോ അതോ ബേബിയെ മാത്രമാണോ എഴുതേണ്ടത്? എപ്പോഴും ശ്രദ്ധിക്കണം, റെഫറൻസിൽ നമ്മൾ ഒരാളുടെ പേര് മാത്രമേ റെഫറൻസിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതത്തുള്ളൂ. എല്ലാ കേസിലും മദറും ബേബി വരുന്ന കേസിലെല്ലാം എപ്പോഴും ബേബി ആയിരിക്കും നമ്മുടെ പേഷ്യൻ്റ്. ഇവിടെ പേഷ്യൻ്റെ പേര് ഓൾറെഡി തന്നിട്ടുണ്ട്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ടോബി ഫിലിപ്പാണ്. സോ നമ്മുടെ റെഫറൻസിൽ ടോബി ഫിലിപ്പിൻ്റെ പേര് ആണ് എഴുതുന്നത്. ടോബി ഫിലിപ്പാണ് നമ്മുടെ പേഷ്യൻ്റ്. സോ RE ഫുൾ കോളൻ ടോബി ഫിലിപ്പ് ദെൻ കോമ DOB ഡേറ്റ് ഓഫ് ബർത്ത്. അതാണ് നമ്മൾ എഴുതേണ്ടത്. മദറിനെ നമ്മളെപ്പോഴും ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് മദറിനെ നമ്മൾ റെഫർ ചെയ്യേണ്ടത്. എപ്പോഴും ഓർത്ത് വേണം, മദർ ആൻഡ് ബേബി കേസ് വരുമ്പം ബേബിയെ മാത്രമേ നമ്മൾ റെഫറൻസിനകത്ത് എഴുതത്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് നമ്മൾ അമ്മയെ കൂട്ടത്തിൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദ റെഫറൻസ് ലീവ് എ ലൈൻ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ലെറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എപ്പോഴും മാക്സിമം 2 to 4 ലൈൻസേ പാടുള്ളൂ. ഇൻട്രൊഡക്ഷനിൽ പർപ്പസ് ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. നമ്മുടെ വാല്യൂഷൻ ക്രൈറ്റീരിയയിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് 0 to 3 മാർക്സ് ആണ് അവർ തരുന്നത്. സോ നമ്മുടെ പർപ്പസ് ക്ലിയർ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഴുതണം. എങ്ങനെ എഴുതാം ഇവിടെ ഇൻട്രൊഡക്ഷൻ? ഇവിടെ അമ്മയെ നമ്മൾ കൂട്ടത്തിൽ റെഫർ ചെയ്യുകയും വേണം. ഐഡിയ ഉണ്ടോ ആർക്കും ഇൻട്രൊഡക്ഷൻ? എങ്ങനെ എഴുതാം ഇൻട്രൊഡക്ഷൻ? The purpose of writing this letter is to request ongoing care and monitoring for Toby Philip and his mother Mrs. Maria Philip from your facility. അങ്ങനെ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. കെയർ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഐ ആം റൈറ്റിംഗ് ദിസ്, അല്ലെങ്കിൽ ഒന്നീ നമുക്ക് പറയാം ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ ഈസ് ടു റെഫർ. Otherwise we can say I am writing this letter to refer. Otherwise we can say this letter is being returned to request. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് എഴുതാം. So the purpose of writing this letter is to request ongoing care and monitoring for Toby Philip along with his mother, Mrs. Maria Philip from your facility. നമ്മൾ ക്ലിയർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ക്ലിയർ ആണ്, നമ്മുടെ പർപ്പസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓൺഗോയിങ് മോണിറ്ററിങ് ആൻഡ് കെയർ ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇനി അത് ഏത് ടൈപ്പ് കെയർ ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് പ്ലാനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോഡി പാരാഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുട്ടിയുടെ ബർത്ത് ഹിസ്റ്ററിയും തന്നിട്ടുണ്ട്, ടുഡേയിലെ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എല്ലാവർക്കും കൺഫ്യൂഷനാകും ഇതിന് ഏത് പാർട്ടിൽ നിന്ന് നമ്മൾ ബോഡി പാരാഗ്രാഫ് തുടങ്ങണമെന്നുള്ളത്. ചിലർ വിചാരിക്കും ടുഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് ടുഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ അത് ശരിയാവത്തില്ല. കാരണം കുട്ടിക്ക് ഓൾറെഡി ബർത്ത് ഹിസ്റ്ററി ഉണ്ട്. അതിനകത്ത് തന്നെ ബർത്ത് ടൈമിലെ ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഉണ്ട്, മദറിന് ഫീഡിങ് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ആ കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ബർത്ത് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങണം. ഫസ്റ്റ് ബോഡി പാരാഗ്രാഫിൽ നമ്മൾ ബർത്ത് ഹിസ്റ്ററി എല്ലാം പറയണം. സെക്കൻഡ് ബോഡി പാരാഗ്രാഫ് നമുക്ക് ടുഡേയിലെ കാര്യങ്ങൾ പറഞ്ഞ്
സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇവിടെ പറയുന്നുണ്ട്, ബർത്ത് ഹിസ്റ്ററിയിൽ പറയുന്നത് കുട്ടി baby was born on 13th October 2019 via an emergency LSES. Birth weight is 3.8 kg. Apgar 4. Gastric reflex increases. ഇത്രയാണ് ബർത്ത് ഹിസ്റ്ററിയിൽ ആദ്യമേ പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്ന് നോക്കാം. സോ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമുക്കതിനെ എഴുതാൻ പറ്റും? Toby was born via an emergency lower segmented cesarean section with a birth weight of 3.8 kg. ഫസ്റ്റ് സെൻറ്റൻസ് അങ്ങനെ നമുക്ക് ഫോം ചെയ്യാം. Toby was born via an emergency lower segmented cesarean section with a birth weight of 3.8 kg. നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? പിന്നെ നമുക്ക് പറയേണ്ടത് അബ്ഗാർ സ്കോറിൻ്റെ കാര്യമാണ് പറയേണ്ടത്. പിന്നെ ഗ്യാസ്ട്രിക് റിഫ്ലെക്സും ഉണ്ട്. സോ അതിന് ആ രണ്ട് സെൻറ്റൻസിലൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. അബ്ഗാർ സ്കോറിൻ്റെ കാര്യവും ഗ്യാസ്ട്രിക് റിഫ്ലെക്സിൻ്റെ കാര്യവും കൂടെ ആ രണ്ട് സെൻറ്റൻസിലൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. ഹിസ് അബ്ഗാർ സ്കോർ വാസ് നോട്ടഡ് ആസ് 4 ആൻഡ് ഹാഡ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്. അങ്ങനെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഹിസ് അബ്ഗാർ സ്കോർ വാസ് നോട്ടഡ് ആസ് 4 ആൻഡ് ഹാഡ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്. അങ്ങനെ നമുക്ക് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി സബ്സിക്വൻറ്റ് ഡേയ്സിലെ കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് 2/11/2000 ഡേ, അതായത് ഓൺ നെക്സ്റ്റ് ഡേയിലാണ്. അത് നമുക്ക് എങ്ങനെ പറയാം? ഡ്യൂറിങ് സബ്സിക്വൻറ്റ് ഡേയ്സ്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡ്യൂറിങ് സബ്സിക്വൻറ്റ് ഡേയ്സ് മദർ ഈസ് ഡിപ്രസ്ഡ് ഡ്യൂ ടു ഫീഡിങ് ഡിഫിക്കൽറ്റി. അഡ്വൈസ് ഗിവൺ റിഗാർഡിംഗ് സപ്ലിമെൻ്ററി ബോട്ടിൽ ഫീഡ്. സോ അത് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാം? ഡ്യൂറിങ് സബ്സിക്വൻറ്റ് ഡേയ്സ് മിസ്സിസ് Philip felt difficulty. Mrs. Philip was depressed due to feeding difficulties. Hence, she was advised regarding അല്ലെങ്കിൽ educated regarding supplementary bottle feeding and breastfeeding techniques. അല്ലെങ്കിൽ പറയാം നമുക്ക് Mrs. Philip was depressed due to feeding difficulties. Hence, she was educated regarding breastfeeding techniques and supplementary bottle feed. അങ്ങനെ നമുക്ക് ആ സെൻറ്റൻസിനെ പറയാം. ഇനി ബാക്കി കിടക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് 3rd November 2019 കാര്യങ്ങളാണ്. ബോത്ത് ഡിസ്ചാർജ്ഡ് മെഡിക്കേഷൻ അമോക്സിസിലിൻ 500 mg for 7 days, phototherapy for 3 days, no heavy lifting and vigorous exercise for 6 weeks. അതാണ് പറയുന്നത്. സോ ഇവിടെ അമ്മയ്ക്ക് ഈ മെഡിക്കേഷൻ കൊടുത്ത കാര്യം അത് നമുക്ക് സെമി റിലവൻറ്റ് പോയിൻ്റാണ്. ഒരു നോർമൽ സിസേറിയൻ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്ന മെഡിക്കേഷൻസും അഡ്വൈസുമാണ് അമ്മയുടെ കാര്യത്തിൽ കിടക്കുന്നത്. ദെൻ ഫോട്ടോതെറാപ്പി ഫോർ 3 days. ഓൾറെഡി നമ്മുടെ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. അത് നമ്മുടെ പ്രസൻറ്റുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. സോ നമുക്കതിനെ സെമി റിലവൻറ്റ് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് കൗണ്ട് ഇൻക്രീസ് ആവും. സോ അപ്പം നമുക്ക് അതിനെ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യാം. മെഡിക്കേഷൻ്റെ കാര്യവും ഫോട്ടോതെറാപ്പിയുടെ കാര്യവും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബോത്ത് മദർ ആൻഡ് ബേബി ഡിസ്ചാർജ്ഡ് ഓൺ 3rd November 2019. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ പാരഗ്രാഫിനെ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം ഈ പാരഗ്രാഫ് എങ്ങനെ എഴുതണമെന്ന്. ടോബി വാസ് ബോൺ വയ ആൻ എമർജൻസി ലോവർ സെഗ്മെൻറ്റഡ് സിസേറിയൻ സെക്ഷൻ വിത്ത് എ ബർത്ത് വെയ്റ്റ് ഓഫ് 3.8 kg. His Apgar score was noted as 4 and had increased gastric reflex. On subsequent days, Toby's mother was depressed due to feeding difficulties. Hence, she was educated regarding breastfeeding techniques and supplementary bottle feed. Both mother and baby discharged on 3rd November 2019. ഓക്കെ, ഇവിടെ രശ്മി ചോദിച്ചിട്ടുണ്ട് അബ്ഗാർ സ്കോറിൻ്റെ ഫുൾ ഫോം നമ്മൾ എഴുതണമെന്ന്. വേണ്ട, നമ്മൾ അബ്ഗാർ എന്ന് എഴുതിയാൽ മതി. കാരണം നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷനാണ് ഈ ലെറ്റർ നമ്മൾ എഴുതുന്നത്. സോ നമ്മൾ അബ്ഗാർ എന്ന് തന്നെ എഴുതിയാൽ മതി. അതിൻ്റെ ഫുൾ ഫോം നമ്മൾ എഴുതണമെന്നില്ല. സോ
സോ എല്ലാവർക്കും ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിനകത്ത് ഞാൻ പറഞ്ഞതിൽ? ക്ലിയർ ആണോ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ബോഡി പാരാഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഡേറ്റ്, ഇന്നത്തെ ആ ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ അതോ ടുഡേ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത്? നമ്മളെപ്പോഴും ടുഡേയ്സ് ഡേറ്റിലാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഇന്നത്തെ കാര്യം എഴുതുമ്പോൾ നമ്മൾ ടുഡേ എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് എപ്പോഴും ബെറ്റർ. ആ ഡേറ്റ് എഴുതുന്നതിനേക്കാട്ടിലും ബെറ്റർ ടുഡേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ ടുഡേയ്സ് ഡേറ്റിൽ പറഞ്ഞേക്കുന്നത് ഇന്നാണ് കുട്ടിയെ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അത് വെച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. Today, Toby was brought by his mother ഇന്നത്തെ ഡേറ്റിൽ പറഞ്ഞേക്കുന്നത് 9 നവംബർ 2019 പറഞ്ഞേക്കുന്നത് ടോബി ബ്രോട്ട് ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ മദർ കംപ്ലൈനിങ് ഓഫ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് വോമിറ്റിംഗ്. സബ്ജക്റ്റീവിൽ പറയുന്നത് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് വോമിറ്റിംഗ് പെയിൻ വൈൽ ഫീഡിംഗ് ആൻഡ് വൂണ്ട് സൈഡ് പെയിൻ വൈൽ ബേബി ലാച്ച് ഓൺ. ഒബ്ജക്റ്റീവ് ബേബി ഹാസ് നോ ആക്റ്റീവ് പ്രോബ്ലം. മദർ വൂണ്ട് ഹീലിംഗ് വെൽ ബട്ട് നിപ്പിൾ ഫൗണ്ട് ടു ലാസറേറ്റഡ് ആൻഡ് പെയിൻഫുൾ. അതാണ് ഇന്നത്തെ വിസിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞു ഈ ഡേറ്റ് ഈ 9 നവംബർ 2019 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ടുഡേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ആസ് ടുഡേ. ടുഡേ, ടോബി വാസ് ബ്രോട്ട് ബൈ ഹിസ് മദർ വിത്ത് കംപ്ലയിൻറ്റ്സ് ഓഫ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് ആൻഡ് വോമിറ്റിംഗ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് പറയാം. ആദ്യം കുട്ടിയുടെ കാര്യം പറയാം. ടുഡേ ടോബി വാസ് ബ്രോട്ട് ബൈ ഹിസ് മദർ വിത്ത് കംപ്ലയിൻറ്റ്സ് ഓഫ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് ആൻഡ് വോമിറ്റിംഗ്. ഫുൾ സ്റ്റോപ്പ്. ദെൻ സബ്ജക്റ്റീവ് ഡേറ്റിൽ ഇനി അമ്മ പറഞ്ഞ കാര്യങ്ങളുണ്ട്. സോ അത് നമുക്ക് എങ്ങനെ പറയാം? മിസ്സിസ് ഫിലിപ്പ് വെർബലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് പെയിൻ വൈൽ ഫീഡിംഗ് ആൻഡ് ബേബി ലാച്ചോ. അതാണ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ. അത് നമുക്ക് എങ്ങനെ പറയാം? മിസ്സിസ് ഫിലിപ്പ് വെർബലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് പെയിൻ വൈൽ ഫീഡിംഗ് ആൻഡ് വൂണ്ട് സൈഡ് പെയിൻ വൈൽ ബേബി ലാച്ചോ. ദെൻ ഒബ്ജക്റ്റീവാണ്. അത് നമ്മൾ എഴുതുമ്പം നമുക്ക് ഒന്നിൽ ഓൺ എക്സാമിനേഷൻ എഴുതാം, അല്ലെങ്കിൽ ഓൺ അസസ്മെൻറ്റ്, അല്ലെങ്കിൽ ഓൺ ഒബ്സർവേഷൻ, അങ്ങനെയുള്ള വേർഡ്സ് ചേർത്ത് വേണം നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ. കാരണം നമ്മളാണത് നോക്കുന്നത്. സോ on observation, baby has no active problem. However, his mother's wound healing, his mother's nipples found to be lacerated and painful. അങ്ങനെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. On observation, baby has no active problem. However, ഒരു കണക്റ്റീവ് വേർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. However, his mother's nipple found to be lacerated and painful. അങ്ങനെ നമുക്കത് പറയാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡയഗ്നോസിസ് ആണ്. മദർ ബ്രസ്റ്റ് നിപ്പിൾ ഇൻഫെക്ഷൻ, ബേബി ഹാസ് നോ ഇഷ്യൂസ്. സോ അത് നമുക്ക് പിന്നെ പറയുന്നത് മെഡിക്കേഷൻ്റെ കാര്യം പറയുന്നത് ഫ്ലൂക്കണസോൾ ക്രീം, ടാബ് നപ്രോക്സിൻ ആൻഡ് ടാബ് പാനഡോൾ. സോ ഇത് മൂന്നൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇനി സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഒന്നിക്കും നമുക്ക് പറയാം മിസ്സിസ് ഫിലിപ്പ് വാസ് കമൻസ്ഡ് ഓൺ ഫ്ലൂക്കണസോൾ ക്രീം, ടാബ് നപ്രോക്സിൻ ആൻഡ് ടാബ് പാനഡോൾ. അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലൂക്കണസോൾ ക്രീം, naproxen and panadol were prescribed for her considering diagnosis of breast nipple infection. അങ്ങനെ നമുക്ക് പറയാം. അതിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞു. ഫ്ലൂക്കണസോൾ ക്രീം, ടാബ് നപ്രോക്സിൻ ആൻഡ് പാനഡോൾ വെയർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ഹെർ കൺസിഡറിങ് ഡയഗ്നോസിസ് ഓഫ് ബ്രസ്റ്റ് നിപ്പിൾ ഇൻഫെക്ഷൻ. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ പാരഗ്രാഫ് ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ 2 days വിസിറ്റിൽ. ബേബിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മൾ മദറിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ടുഡേ ടോബി വാസ് ബ്രോട്ട് ബൈ ഹിസ് മദർ
with the complaints of increased gastric reflex and vomiting. Mrs. Philip verbalized that she has pain while feeding and wound side pain while baby latch on. On examination, baby has no active problems. However, his mother's nipples found to be lacerated and painful. Fluconazole cream, naproxen and tabupanadol were prescribed for her considering diagnosis of breast nipple infection. എത്രയും പറഞ്ഞ് നമുക്ക് ഈ പാരാഗ്രാഫ് ഫുൾ സ്റ്റോപ്പ് ഇടാം. എപ്പോഴും നമ്മളൊരു പാരാഗ്രാഫ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുമ്പം നമ്മൾ ഒന്നുകൂടെ വായിച്ച് നോക്കി ജെൻഡർ ചേഞ്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ അന്നേരം തന്നെ നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഏറ്റവും അവസാനം നമ്മളെല്ലാം എഴുതി കഴിഞ്ഞ് പ്രൂഫ് റീഡ് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് ജെൻഡർ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ എപ്പോഴും ഒരു പാരാഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ആയി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു പാരാഗ്രാഫ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അപ്പം നമുക്ക് ജെൻഡർ ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് പ്ലാനാണ്. ഇവിടെ ഡിസ്ചാർജ് പ്ലാനിൽ പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ടു മോണിറ്റർ ബേബീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വീക്ക്ലി മദേഴ്സ് ഹെൽത്ത് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. അതാണ് പറയുന്നത്. സോ ഒന്നുകിൽ നമുക്ക് പറയാം ഇറ്റ് വുഡ് ഇൻ വ്യൂ ഓഫ് ദി അബോവ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആസ് പെർ ദ ഡിസ്ചാർജ് പ്ലാൻ അങ്ങനെ വെച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടേക്കിംഗ് ദ അബോവ് ഇൻ ടു കൺസിഡറേഷൻ. നിങ്ങളുടെ വേർഡ് കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ. കാരണം ടേക്കിംഗ് ദ അബോവ് ഇൻ ടു കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വേർഡേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ വരും ഇൻ വ്യൂ ഓഫ് ദി അബോവ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ്. സോ നിങ്ങളുടെ വേർഡ് കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി. ഓക്കെ, സോ ഞാൻ പറയുന്നു ടേക്കിംഗ് ദ അബോവ് ഇൻ ടു കൺസിഡറേഷൻ. ആദ്യത്തെ പറയണം കൈൻഡ്ലി മോണിറ്റർ ബേബീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വീക്ക്ലി മദേഴ്സ് ഹെൽത്ത് എന്ന് നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻ നമ്മൾ എഴുതുമ്പം നമ്മൾ റിക്വസ്റ്റിംഗ് വേർഡ്സ് ചേർത്ത് വേണം നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻ എഴുതേണ്ടത്. നമ്മളെപ്പോഴും ഡിസ്ചാർജ് പ്ലാനകത്ത് കൈൻഡ്ലി, പ്ലീസ് നോട്ട് ദാറ്റ്, ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ് അങ്ങനെയുള്ള റിക്വസ്റ്റിംഗ് വേർഡ്സ് ചേർത്ത് വേണം നമ്മളെപ്പോഴും ഡിസ്ചാർജ് പ്ലാൻ എഴുതേണ്ടത്. നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ത്രൂ ഔട്ട് നമ്മുടെ ലെറ്റർ പൊളൈറ്റ് ആയിരിക്കണം. സോ നമുക്ക് കമാൻഡിങ് വേർഡ്സ് ഒന്നും തന്നെ നമ്മുടെ ഡിസ്ചാർജ് പ്ലാനകത്ത് എഴുതാൻ പാടില്ല. എപ്പോഴും റിക്വസ്റ്റിംഗ് വേർഡ്സ് ചേർത്ത് വേണം നമ്മൾ നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻ എഴുതാൻ. സോ നമുക്ക് എഴുതാം ടേക്കിംഗ് ദ എബോവ് ഇൻ ടു കൺസിഡറേഷൻ കൈൻഡ്ലി മോണിറ്റർ ബേബീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വീക്ക്ലി മോണിറ്റർ മദേഴ്സ് ഹെൽത്ത്. ഫസ്റ്റ് പോയിന്റ് നമുക്കത് പറയാം. ദെൻ ഇനിയുള്ള പോയിന്റ് കിടക്കുന്നത് മദേഴ്സ് ഹെൽത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു റിക്വസ്റ്റിംഗ് വേർഡ്സ് ചേർത്ത് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? പ്ലീസ് അസസ് മിസ്സിസ് ഫിലിപ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. അങ്ങനെ നമുക്ക് പറയാം പ്ലീസ് അസസ് മിസ്സിസ് ഫിലിപ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. അങ്ങനെ നമുക്ക് അത് പറയാം. ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ ഡിസ്ചാർജ് പ്ലാൻ പറയാം. ടേക്കിംഗ് ദ എബോവ് ഇൻ ടു കൺസിഡറേഷൻ കൈൻഡ്ലി മോണിറ്റർ ബേബീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വീക്ക്ലി മദേഴ്സ് ഹെൽത്ത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദെൻ പ്ലീസ് അസസ് മിസ്സിസ് ഫിലിപ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. ആകെ രണ്ട് കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഡിസ്ചാർജ് പ്ലാനിൽ പറയുന്നുള്ളൂ. സോ നമ്മുടെ ഡിസ്ചാർജ് പ്ലാനിൽ അത്രയും പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ലീവ് എ ലൈൻ കൺക്ലൂഷൻ. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഫോർ ഫർദർ ക്വയറീസ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. അതർവൈസ് ഷുഡ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇങ്ങനെ നമ്മൾ എഴുതുന്ന എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. മാക്സിമം ഒരു 1 to 2 ലൈൻസിൽ നമ്മുടെ കൺക്ലൂഷൻ നിർത്തണം. നമ്മുടെ വേർഡ് കൗണ്ട് എപ്പോഴും എഴുതുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൺക്ലൂഷനാണ്. സോ നമ്മുടെ വേർഡ് എപ്പോഴും 180 to 200 ആ റേഞ്ചിൽ നമ്മുടെ വേർഡ് കൗണ്ട് നിൽക്കണം. സോ അതിനനുസരിച്ച് വേണം നമ്മൾ കൺക്ലൂഷനിലേക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ. ദെൻ ആഫ്റ്റർ ദ കൺക്ലൂഷൻ ലീവ് എ ലൈൻ സൈൻ ഓഫ്. ഇവിടെ സൈൻ ഓഫ് എന്തെഴുതാം? നമ്മുടെ ടു അഡ്രസ്സിയുടെ പേര് തന്നിട്ടുണ്ട്. സോ അപ്പം നമുക്ക് സൈൻ ഓഫിൽ ഡയറക്റ്റ് എന്തെഴുതാം? യുവേഴ്സ്
സിൻസിയർലി. ടു അഡ്രസ്സിൻ്റെ പേര് തരുവാണെങ്കിൽ നമ്മൾ സൈൻ ഓഫ് എഴുതുന്നത് യുവേഴ്സ് സിൻസിയർലി എന്നാണ്. പക്ഷേ ടു അഡ്രസ്സിൻ്റെ പേര് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സൈൻ ഓഫ് എഴുതുന്നത് യുവേഴ്സ് ഫെയ്സ്ഫുള്ളി എന്നാണ്. സോ ഇവിടെ നമുക്ക് എഴുതാം യുവേഴ്സ് സിൻസിയർലി, ദെൻ നേഴ്സിൻ്റെ പേര് തന്നിട്ടില്ല. സോ നമുക്കൊരു ലൈൻ വിടാം. യുവേഴ്സ് സിൻസിയർലി ലിവ് എ ലൈൻ രജിസ്റ്റേർഡ് നേഴ്സ്. ക്ലിയർ ആയോ എല്ലാവർക്കും? യുവേഴ്സ് സിൻസിയർലി ലിവ് എ ലൈൻ രജിസ്റ്റേർഡ് നേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാനത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അഞ്ജു കെ ജെയിംസ് ചോദിച്ചിട്ടുണ്ട്, ഷുഡ് വി ഇൻക്ലൂഡ് ദ ഡിസ്ചാർജ് ഡേറ്റ് എന്ന്. ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ബോഡി പാരാഗ്രാഫിൽ ഡിസ്ചാർജ് ഡേറ്റ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബോത്ത് മദർ ആൻഡ് ബേബി വെയർ ഡിസ്ചാർജ്ഡ് ഓൺ 3rd November 2019. അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ പാരാഗ്രാഫ് എൻഡ് ചെയ്യാം, ഫസ്റ്റ് ബോഡി പാരാഗ്രാഫ്. Hi ma'am, we are writing the prescription together. Should we write link fluconazole? മരിയ ജെയ്സൺ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്ലൂക്കണസോൾ, ക്രീം, ടാബിൻ, അപ്രോക്സിൻ ആൻഡ് ടാബ്ലോൺ അത് നമുക്ക് എഴുതണം. കാരണം നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത മെഡിക്കേഷൻസ് ആണത്, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണോ അത്. എൻ്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഒന്ന് റിപ്ലൈ തരുമോ? ഓഡിബിൾ അല്ലയോ സൗണ്ട്? സോർക്ക, നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമ്മിങ് വീക്സിൽ ഞങ്ങൾ മോർ ലൈവ് സെക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും. വേറെ കേസ് നോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.